ബാക്കിലൊക്കെ ഷെഡ്, പുകയില്ലാത്ത അടുപ്പ്. തേക്കിൻ്റെ ജനലൊക്കെ തേക്കാണ്. ഡോറ് നല്ല കട്ടതൊക്കെ നല്ല വലിപ്പമുള്ള കട്ടത്. ഫുള്ള് ഗ്രാനൈറ്റ്, ഇതൊക്കെ ഗ്രാനൈറ്റ്, ഒക്കെ ഗ്രാനൈറ്റ് ഇട്ടാണ്. ഇവിടെ സെറ്റ് മുകളിലൊക്കെ ജിപ്സം വർക്ക്. ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ. അതായത് മുകളിൽ നിന്ന് വെളിച്ചം കിട്ടാൻ വേണ്ടി, ഇപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും മുകളിൽ നിന്ന് ഡയറക്റ്റ് വെളിച്ചം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കിട്ടും. അതന്നെ ഇവിടെയും കിട്ടും ആ വെളിച്ചം. രാത്രി 7 മണി വരെ വെളിച്ചം ഫ്രീ ആണ്. ഫുള്ള് ഗ്രാനൈറ്റ്. ഇത് കിച്ചൺ ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടേക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് ഇത് അതുമാതിരി കംപ്ലീറ്റ് കബോർഡ് ചെയ്തേക്കാണ്. മുകളിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിണി ഇത് കിഴക്കോട്ടാണ് ഫ്രണ്ട് ഡോറും. കിച്ചണൊക്കെ കിഴക്കോട്ട് ദർശനം. അതുപോലെ ഇത് വർക്ക് ഏരിയ, പുകയില്ലാത്ത അടുപ്പ്, പുറത്തേക്കുള്ള ഡോറ്. ഇവിടെ കിഴക്കുന്നോട് വെളിച്ചെണ്ണ പറയുന്നത്. ഇത് കോമൺ ബാത്റൂം. എല്ലാം സ്റ്റെപ്പെല്ലാം ഗ്രാനൈറ്റാണ്. കോമൺ ബാത്റൂമാണിത്. നല്ല ക്ലീൻ ബാത്റൂമാണ്. എല്ലാം നല്ല കൂടിയ ക്ലോസറ്റൊക്കെ വെച്ചാണ്. ഇത് ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കബോർഡ്, ബെഡ്റൂം കബോർഡ്. അവിടെ ഇവിടെയും ബെഡ്റൂം കബോർഡുണ്ട്. ഡബിൾ കോട്ട് കട്ടിൽ, 2 കട്ടിൽ ഒരുമിച്ചിട്ടാണ്. എന്നിട്ടും ബാലൻസ് സ്ഥലം കളിക്കുകയാണ്. അതെല്ലാം ബാത്റൂം, ചൂടുവെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. വലിയ ബാത്റൂമാണ്, വിശാലമായ ബാത്റൂം. ഒരു റൂമിൻ്റെ അത്രയുണ്ട് ബാത്റൂമാണ്. ഇതും ഒരു ബെഡ്റൂമാണ്. എല്ലാ ഡോറൊക്കെ തേക്കാണ് ഉപയോഗിച്ചത്. ബെഡ്റൂം കബോർഡ് ഫുള്ളും ബെഡ്റൂം കബോർഡ് ചെയ്തേക്കാണ്. ഇവിടെയൊക്കെ ലൈറ്റുള്ളതാണ്. ഞാൻ സ്വിച്ച് ഇട്ടിട്ട് തന്നുള്ളൂ. വലിയ മുകളിലൊക്കെ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാത്റൂമാണിത്. ബാത്റൂമൊക്കെ ഫുള്ള് ടൈലും ചൂടുവെള്ളത്തിൻ്റെ പോയിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം താഴെ 2 ബെഡ്റൂം, കിച്ചൺ, ഹാള്, മുകളില സ്റ്റെയർ. ഇവിടെയൊക്കെ ജനലുള്ളതാണ്. വെളിച്ചം ഉണ്ടാവും. ഇവിടെ ഒന്നും ട്യൂബ് ഇട്ടിട്ടില്ല, എന്നിട്ട് ഞാൻ നല്ല വെളിച്ചമാണ്. ഇത് ഓപ്പൺ ഏരിയ. ഇവിടെയൊക്കെ ടൈൽസ് ഒട്ടിച്ചേക്കാണ്. ഫുള്ള് ടൈൽസ്, ഓപ്പൺ ഡ്രസ്സൊക്കെ ടൈല്. മുകളിലൊക്കെ സ്റ്റെയർ, മുകളിൽ ഷീറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഉണക്കാനിടാം. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതും ഒരു ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം. നല്ല ബാത്റൂം. ഇത് ബാത്റൂമാണ് ബെഡ്റൂമിൻ്റെ. ഇത് 2ാമത്തെ ബെഡ്റൂം. നല്ല വലിപ്പമുള്ള റൂമാണ്. അതിൻ്റെ ബാത്റൂമാണിത്. എക്സോസ് ഫാനൊക്കെ ഉണ്ട് ബാത്റൂമിൽ. ഫ്രണ്ട് മുകളിൽ ഗ്ലാസ്സൊക്കെ ഇട്ടേക്കണാണിത്. ഗ്ലാസ്സാണിത്.
അതിന് മുകളിലായിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മഴ വെള്ളം വീഴാതിരിക്കാൻ. ഇതൊരു വിൽപ്പന വീടല്ല, താമസിക്കാൻ വേണ്ടി പണിതാണ്. ഇവർ ഇവിടെ ഇല്ല സ്ഥലം കൊടുക്കുന്ന കേട്ടോ. മുകളിൽ ഇതൊക്കെ തേക്കിൻ്റെ വുഡാണ്, കംപ്ലീറ്റ് ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ള് ബാൽക്കണിയാണ്. താഴെ നിന്നാൽ മുകളിലേക്ക് ശരിക്കും കാണുകയും ചെയ്യാം. മുകളിൽ നിന്ന് അത് എല്ലാം താഴോട്ടും കാണാം. ഫുള്ള് ബാൽക്കണി ആയതുകൊണ്ട് അതുപോലെ മുകളിൽ നിന്ന് വെളിച്ചം, ഡയറക്റ്റ് വെളിച്ചമുണ്ട്. എയർപോർട്ടിൽ നിന്നൊക്കെ 10 മിനിറ്റിനുള്ളിലൂടെ എത്തുകയും ചെയ്യാം. അല്ല ശങ്കര കോളേജ്, ആദി ശങ്കര കോളേജ് എല്ലാം ഇവിടെ അടുത്ത് തന്നെയാണ്. നല്ല ഉഗ്രം വീടാണ്. ഒരു വിൽപ്പന കണ്ടീഷനല്ല, ഇത് താമസിക്കാൻ വേണ്ടി പണിത വീടാണ്. ഇവിടെ ഇല്ലാത്ത കൊടുക്കുന്നതാണ്. മരങ്ങൾ റംബൂട്ടാൻ്റെ മരം, പേരമരം, വേപ്പില, ഇത് മുരിങ്ങയില, പ്ലാവ്, അത് പ്ലാവ്, അപ്പുറത്ത് തെങ്ങ്, ചെറുനാരങ്ങ, വേപ്പ്, വാഴ. മെയിനായിട്ട് നല്ല കിണറുകളും മാവ്. കോളത്തിലാണ് പണിതേക്കുന്നത് വീടൊക്കെ. നെല്ലിക്ക, ബബ്ലൂസിൻ്റെ മരം, ബബ്ലൂസ് ഇറങ്ങുണ്ടാവുന്നത്, അതല്ല കുടപ്പുളി, എല്ലാ മരമുണ്ട്. അതുപോലെ വീടിന് ചുറ്റും മരങ്ങളുള്ളതിന് എപ്പോഴും നല്ല കൂളിംഗ് ആയിരിക്കും. അതുപോലെ 3 ഫേസ് ലൈനാണ്. പിന്നെ 3 സൈഡ് റോഡായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു പ്രൈവസി ഉണ്ടാവും. 3 ടാർ റോഡാണ്. പിന്നെ അത് പൈപ്പ് ലൈനുണ്ട്, പൈപ്പ് ലൈൻ വെള്ളം. ചെടി, മതിൻ്റെ മുകളിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട്. മതിൻ്റെ മുകളിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഈ അറ്റം മുതൽ അറ്റം വരെ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ. ഫുള്ള് വരാന്തയിൽ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്, നല്ല കാറ്റാണ് വരാന്തയിൽ ഇരിക്കാൻ. ഫാനിൻ്റെ ആവശ്യമില്ല, അതിന് ഒരു ഫാൻ ഇടാത്തത് ഫാനിൻ്റെ ആവശ്യമില്ലായിട്ടാണ്. അത് നല്ല കാറ്റാണ് ഇവിടെ, നല്ല തണുത്ത കാറ്റ്. ഓക്കെ.